അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ആദ്യമായി എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഷെൽട്ടർ ഭാരവാഹികളെയും അതേപോലെ അൻസാരിയെയും ഞാൻ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ അല്പം ബിസിയുള്ള ഡോക്ടറും കൂടി ആയിക്കഴിഞ്ഞാൽ സമയം എല്ലാവരുടേതും വളരെ വിലപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ജോലി സാധാരണ ആളുകളെക്കാൾ കൂടുതൽ സമയം ജോലിയിൽ ചെലവഴിക്കുന്നത് കൊണ്ട് കൂടുതൽ കുറവുള്ള ആളുകളായിട്ടുള്ള ഒരു ഗ്രൂപ്പാണല്ലോ ഡോക്ടർമാരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞായറാഴ്ചയാണ് വീണ്ടും കിട്ടുക, ഒരു ലീവ് എന്ന് പറയുന്നത്. ഈ ഞായറാഴ്ചയും കുറച്ച് രാവിലെ പണിയെടുക്കേണ്ടി വന്നു. കാരണം ഒരു ഹൃദ്രോഗ വിദഗ്ധനായതുകൊണ്ട് ആക്ച്വലി ഒരു എമർജൻസി, ഒരു ഹാർട്ട് അറ്റാക്ക് കേസ് വന്നപ്പോൾ അവിടെ മറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മളെ പരിചയമുള്ള ആളുകൾ നേരിട്ട് വിളിക്കുമ്പോൾ നമ്മൾ നേരിട്ട് ചെന്നാലാണല്ലോ ആളുകൾക്കൊരു സമാധാനം ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു എമർജൻസി ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. 11 മണിക്ക് ഇവിടെ എത്താമെന്ന് പറഞ്ഞത് 1/4 മണിക്കൂർ ലേറ്റ് ആവാനുള്ള കാരണം അതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫ്. പക്ഷേ ഈ സമയത്തിനിടയിലും ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഞങ്ങൾ ഒരു ഡോക്ടർ എന്നുള്ള നിലക്കും പ്രത്യേകിച്ച് ഒരു കാർഡിയോളജിസ്റ്റ് എന്നുള്ള നിലക്കും ഒരുപാട് പരിപാടികളിലും ഒരുപാട് കോൺഫറൻസുകളിലും മീറ്റിങ്ങുകളിലും ഞങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സെമിനാറുകളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായി ഇങ്ങനെ ഒരു പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ചാൻസ് കിട്ടുമ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ അത് മുടക്കാറില്ല. കാരണം ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്ത് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഷെൽട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെയധികം ഒരു അഡ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഇന്നിപ്പം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളും സോഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നന്മകളൊക്കെ ചെയ്യുന്ന ഒരു പ്രദേശമായിരിക്കാം നമ്മുടെ കേരളം. ഈ കേരളത്തിൽ തന്നെ നമ്മുടെ മലബാർ ഏരിയ, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം കോഴിക്കോട് ഭാഗം എന്ന് പറയുമ്പോൾ ഈ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്കൊക്കെ ഈ ഷെൽട്ടർ ചെയ്യുന്ന അതേപോലെ തന്നെ വേറെ മറ്റ് രോഗികൾക്കൊക്കെ ചെയ്യുന്ന ഈ പാലിയേറ്റീവ് കെയറുകൾ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ലോകത്ത് തന്നെ ശരിക്കും ഒരു സമാനതകളില്ലാത്ത രീതിയിൽ ഒരു കെയർ കിട്ടുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ ഭാഗം. അപ്പോൾ ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള സംഘടനകൾ ഇന്നിവിടെ ഉണ്ടെങ്കിലും ഷെൽട്ടറിൻ്റെത് ആക്ച്വലി ഞാൻ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. കാരണം അവർ തിരഞ്ഞെടുക്കുന്ന മേഖല, അതേപോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിൻ്റെ രീതി, അതൊക്കെ തീർച്ചയായിട്ടും എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതും വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം ഷെൽട്ടർ ചെയ്യുന്ന സേവനങ്ങൾ പല വ്യത്യസ്ത മേഖലകളിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചിലപ്പം വീടില്ലാത്തവർക്ക് വീട്, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പെട്ടെന്നൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു താങ്ങായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ അതേപോലെ ഇപ്പോൾ ഓഫൻസ്, യത്തീമായ കുട്ടികൾക്കുള്ള സപ്പോർട്ട് എന്നുള്ളതൊക്കെ വലിയ കാര്യങ്ങളാണ്. നമുക്കറിയാം ഇപ്പം യത്തീമായ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഒരുപാട് രോഗങ്ങളും മറ്റൊക്കെ ഉണ്ടായി ഒരുപാട് പാരൻസൊക്കെ മരിച്ചു പോയിരുന്ന കാലഘട്ടത്തിൽ യത്തീം ഖാനകളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ടായിരുന്നു. അതിനും ഒരു പ്രശസ്തമായ ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ മലബാർ ഏരിയ. അപ്പം തിരൂരങ്ങാടി യത്തീം ഖാന ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഈ മുട്ടിൽ യത്തീം ഖാന ആയിക്കോട്ടെ, ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് യത്തീം കുട്ടികൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നല്ല മനുഷ്യന്മാർ ഒരുപാട് അതിനെ സപ്പോർട്ട് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അതിൽ തന്നെ യത്തീമായ കുട്ടികളുടെ ഉമ്മമാരെയും നോക്കുക എന്നുള്ളത്, ഇപ്പം യത്തീം ഖാനകളും അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ടൊക്കെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടാവും നമ്മുടെ നാട്ടിൽ. പക്ഷേ അത്തരം കുട്ടികളുടെ ഉമ്മമാർക്കും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ താങ്ങാവേണ്ട അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഭാഗമാണ് അവർ എന്നുള്ളത് വലിയൊരു ഇതാണ്. പക്ഷേ ആ ഏരിയ കുറച്ചൊരു നെഗ്ലക്റ്റ് ചെയ്ത, അപ്പോൾ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഒരു പക്ഷേ വിട്ടുപോകുന്ന ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ട് ഷെൽട്ടർ ചെയ്യുന്ന ഈ കാര്യം വലിയൊരു മഹത്തായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമയമില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ വന്ന് പങ്കുചേരുന്നതിലും അതിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ പല സേവനം ചെയ്യുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ മഹത്തരമായ സേവനമാണ് ഇപ്പം ഷെൽട്ടറിൻ്റെ ഭാരവാഹികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയയിൽ ഇത്തരം രീതിയിൽ വളരെയധികം ഒരു കുറ്റമറ്റ രീതിയിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ അതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. പിന്നെ നമ്മളാൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഈ ഷെൽട്ടറുമായിട്ട് പങ്കുചേരുവാനും
പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് തുടരുവാനുമാണ് ആഗ്രഹിക്കുന്നത്. പിന്നീട് ദീനീപരമായ കാര്യങ്ങളുടെ ഒരു സദസ്സാണിതെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പല അത്തരം കാര്യങ്ങളും ഖുർആനും അതേപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിക ജീവിത രീതികളെക്കുറിച്ചൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ റെഗുലറായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്, മന്ത്ലി ബേസിസിൽ നിന്നൊക്കെ അൻസാരി പറഞ്ഞു. ഞാൻ ഒരു പണ്ഡിതനല്ല, അതുകൊണ്ട് ദീനി കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ പറ്റുകയില്ല. പക്ഷേ എങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്ത് വന്നതല്ല. ആർക്കെങ്കിലും ആരോഗ്യപരമായ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിലൊക്കെ ഇതിന് ശേഷം ചോദിക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മളിപ്പം ഈ ആരോഗ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഞങ്ങൾ ആരോഗ്യത്തിനൊരു ഡെഫിനിഷൻ പറയാറുണ്ട്. ഹെൽത്ത് ഈസ് എന്താ പറയുക, ഒരു സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായ ഒരു സുസ്ഥിതിയാണ്. അതല്ലാതെ രോഗമില്ല എന്നുള്ള അവസ്ഥയല്ല. അപ്പം നമുക്ക് ഒരു രോഗമില്ല, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, വേറെ മാരകമായ രോഗമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മാനസികവും ശാരീരികവുമായ ഒരു സുസ്ഥിതി വേണം. ഇപ്പം നമുക്ക് ഫിസിക്കലി നമുക്കൊരു നല്ല സുഖമുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ എണീറ്റപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് കൈയനക്കാൻ പറ്റുന്നുണ്ട്, കാലനക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ഫിസിക്കൽ ലിമിറ്റേഷൻ, ശാരീരികമായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ നമുക്കില്ലെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ ഹെൽത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഹെൽത്തിൻ്റെ ഡെഫിനിഷനിൽ മാനസികമായ ഹെൽത്തിനെ കുറിച്ചും കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിനും ഒരു ആരോഗ്യം ഉണ്ടാവണം. ആക്ച്വലി ഇപ്പോഴത്തെ പുതിയ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു സ്പിരിച്വൽ സുസ്ഥിതിയും കൂടി വേണം. എന്ന് വെച്ചാൽ ഒരു ആത്മീയമായിട്ടും കൂടി വേണം. അപ്പൊ ഇത് മൂന്നും കൂടി നമ്മൾ ഒരു ഒത്ത് ചേർന്നാലാണ് നമുക്ക് ഒരാൾക്ക് ഒരു എന്താ പറയാ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ട് എന്ന് പറയാൻ പറ്റുക. അപ്പൊ നമ്മൾ ശരീരത്തിന് ആരോഗ്യം വേണം, മനസ്സിന് ആരോഗ്യം വേണം, നമുക്കൊരു ആത്മീയമായിട്ടുള്ളൊരു ആരോഗ്യം കൂടി വേണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നല്ല ഹെൽത്ത് ഉണ്ട്, നല്ല എന്താ പറയുക, മനസ്സിനൊരു പ്രശ്നമില്ല, ജോളി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ അവർക്കൊരു ഈ പറഞ്ഞ പോലെ ആത്മീയമായിട്ട് ഇപ്പം നമുക്കറിയാമല്ലോ, അപ്പോൾ ഈ ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകൾ ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ ലോകത്ത്. ഇത്തരം ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ എല്ലാ സുഖസമൃദ്ധമായി ജീവിച്ച് അവസാനം വയസ്സായി എല്ലാവരും വയസ്സായി മരിക്കുമല്ലോ, കുല്ലു നഫ്സുൻ ദായിഖത്തുൽ മൗത്ത് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ നോക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ഒരു ഇതും ഉണ്ടാവില്ല. നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം, ഇത്തരം ആളുകൾ അവസാനം വല്ല ഡ്രഗ് അഡിക്റ്റോ അതല്ലെങ്കിൽ ഒന്നുമില്ലാതെ ആകെ ഡിപ്രഷനൊക്കെ ആയി ഇതുമായി തകർന്ന് അങ്ങനെ ഏതെങ്കിലും വല്ല ഓൾഡ് ഏജ് ഹോമിലോ അതല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അങ്ങനെ മരണമാണ് ഉണ്ടാവുന്നത്. അപ്പം എന്തായിരുന്നു അവരുടെ ജീവിതം നമ്മൾ മൊത്തത്തിൽ അസസ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് എന്തായി, നല്ല ശാരീരിക ആരോഗ്യം ഉണ്ടായിരുന്നു, നല്ല മാനസികാരോഗ്യം, പക്ഷെ അവർക്കൊരു സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ളൊരു ആരോഗ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിനെ മൂന്നിനെയും ഒരു കമ്പൈൻ ചെയ്തിട്ട് ഒരു റീസണബിൾ ആയിട്ട് നമുക്കൊരു ഏകദേശ രൂപത്തിലുള്ള ഒരു സ്കോർ ഈ മൂന്ന് ഏരിയയിലും നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു തിരക്കടില്ലാത്തൊരു ആരോഗ്യമുള്ള ആളാണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളിപ്പോൾ ശാരീരിക ആരോഗ്യം നമുക്കറിയാം, അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ എന്നോട് സജസ്റ്റ് ചെയ്ത പോലെ നമുക്ക് ഇപ്പോഴത്തെ കാലത്തുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ജീവിതശൈലി രോഗങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയാം. അതിന് മുമ്പായിട്ട് ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. മാനസിക ആരോഗ്യവുമുണ്ട്, അത് വളരെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ്. അതൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാരീരിക ആരോഗ്യം, മാനസികാരോഗ്യം, സ്പിരിച്വൽ ആത്മീയ ആരോഗ്യം, ഇത് മൂന്നും ഉണ്ടെങ്കിലേ നമുക്കൊരു ഫുൾ ആരോഗ്യമുള്ള ആളെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം, ഇന്ന് നമ്മുടെ ജീവിതമൊക്കെ ഒരുപാട് മാറി മറിഞ്ഞല്ലോ. പണ്ട് കാലത്തൊക്കെ ഒരു 19 വർഷം മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ദാരിദ്ര്യമുള്ള, അല്ലെങ്കിൽ ഒരു സെഞ്ചുറി, ഒരു നൂറ്റാണ്ട് മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 90% ആളുകളും ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലായിരുന്നു. പട്ടിണിയും പരിവവും പ്രശ്നങ്ങളുമൊക്കെ ആയി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരുന്നു സുഖസമൃദ്ധമായി ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടായിരുന്നത്. ഇന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ഭക്ഷണത്തിന്റെ കാര്യമോ ഒരു വസ്ത്രത്തിന്റെ കാര്യമോ ഒക്കെ പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും അതിനൊന്നും വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ എത്തുന്ന ഒരു സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടിലേക്ക് നമ്മുടെ ഇന്ത്യയും അതിൽ ആവറേജിന്റെ മുകളിൽ നമ്മുടെ കേരളവും വളർന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളുടെ വലിയ പ്രശ്നങ്ങൾ അതല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഭക്ഷണമോ അല്ലെങ്കിൽ വസ്ത്രമോ ആയിരിക്കണം എന്നില്ല. പണ്ട് കാലത്ത് 100 വർഷം മുമ്പ് ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നവും ഭക്ഷണവും വസ്ത്രവും വീടുമൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം. പക്ഷെ ഇന്ന് നമ്മളിപ്പോൾ അതേപോലെ തന്നെ ഈ ശാരീരിക ആരോഗ്യം അല്ലെങ്കിൽ ഈ ഹെൽത്ത് കെയറിലൊക്കെ ഡെവലപ്മെന്റ്സ് ഒക്കെ കുറെ വന്നതോടുകൂടിയിരുന്ന ആയുസ്സും നമുക്ക് ആക്ച്വലി കൂടിയിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി ഇപ്പോൾ ഒരു 70 75 ഒക്കെ എത്തുന്ന ഒരു മനുഷ്യന്റെ ഒരു ആവറേജ് ആയുസ് 70 75 ഒക്കെ എത്തുന്ന ഒരു കാലഘട്ടമായി. പണ്ട് കാലത്ത് നമുക്കറിയാം 50 60 ആയിരുന്നു ഒരു ആവറേജ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും
ഇന്ന് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഈ ജീവിതശൈലി രോഗങ്ങളുണ്ടെങ്കിലും മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ബാക്കിലാണ് ആക്ച്വലി. അത് നമുക്ക് പുറത്ത് നോക്കിയാൽ പെട്ടെന്ന് കാണാത്തത് കൊണ്ട് നമുക്കതിനെ അളക്കാനും ഭയങ്കര പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇന്ന് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും നമ്മുടെ ഹാപ്പിനെസ് മാത്രമാണല്ലോ ഷെയർ ചെയ്യുക. ഓരോരുത്തരും മറ്റേ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും ജോളിയായിട്ട് എവിടെയെങ്കിലും ഒരു ടൂർ പോയത്, അതല്ലെങ്കിലും എവിടെയെങ്കിലും ഒരു ഭയങ്കര വിഭവം കഴിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടി അറ്റൻഡ് ചെയ്ത്, ഇത് മാത്രമാണ് എല്ലാവരും പോസ്റ്റ് ചെയ്യുക. അവരുടെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആക്ച്വലി ഇത് തന്നെ ഏറ്റവും വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറുകയാണ്. കാരണം എല്ലാവരും അവരുടെ സന്തോഷങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, ശോ എല്ലാവരും ഇവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ്, സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, നമുക്ക് മാത്രം സന്തോഷമില്ല, നമുക്ക് മാത്രം ഇതൊന്നുമില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ അവരുടെ ഈ പോസ്റ്റ് ചെയ്ത ആളുകളുടെയും ആ സമയം ഒഴിച്ച് ബാക്കി സമയമൊക്കെ അവരും ഇതേപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ മാനസിക ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു അത്യാഗ്രഹമായിരിക്കാം, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഈ ചില സംഗതികൾ നടക്കാതെ പോകുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെ ഒരുപാട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഏറ്റവും ആക്ച്വലി മറ്റൊരുത്തൻ സന്തോഷമായി ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മാനസിക അസ്വസ്ഥത വരികയാണ്. മറ്റേ തൊട്ടയൽവാസി നമ്മളെക്കാളും ഉഷാറായി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അസ്വസ്ഥത വരുന്ന ഒരു ലെവലിലേക്ക്. നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഭക്ഷണത്തിന് പ്രശ്നമില്ല, വസ്ത്രത്തിന് പ്രശ്നമില്ല, വലിയ അസുഖമൊന്നുമില്ല, അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് ബദലായിട്ട് തൊട്ടടുത്ത് വീട്ടിലാവും നല്ലൊരു കാറ് വാങ്ങിയല്ലോ, അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുക, നമ്മൾ വലിയ കാറ് വാങ്ങിയില്ലല്ലോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ആക്ച്വലി മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇന്ന് ലോകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ മാനസിക അസ്വസ്ഥത ഏറ്റവും കൂടുതലാണ്. ആക്ച്വലി നമ്മൾ ഇന്ത്യയിൽ നമ്മളൊരു ആവറേജ് ലൈഫ് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ ലൈഫിനേക്കാളും ആയുസ് ആക്ച്വലി കേരളത്തിലാണ് കൂടുതൽ. ആവറേജ് ഒരു 5 വർഷത്തിലധികമാണ്, ഇന്ത്യൻ ആവറേജിനേക്കാളും ഒരു 6-7 വർഷം അധികം കേരളത്തിലെ മലയാളികൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മൾ മാനസിക ആരോഗ്യം നോക്കുകയാണെങ്കിൽ ഇന്ന് മാനസിക അസ്വസ്ഥത കൊണ്ട് ഉറക്കഗുളിക ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സ്റ്റേറ്റ് ഇന്ന് നമ്മുടെ കേരളം. കാരണം കുറേ ആൾക്കാർക്ക് ഉറക്കഗുളിക കുടിക്കാഞ്ഞാൽ, ഇപ്പം ഞാൻ ഡോക്ടറൊക്കെ ഉള്ളത്, അപ്പം എന്തിന് മരുന്ന് എഴുതിയാലും അതിൻ്റെ കൂടെ ഡോക്ടറെ തീരെ ഒരു സമാധാനമില്ല, ഒരു ഉറക്കഗുളിയും കൂടി എഴുതരണം എന്ന് പറയും. പേഷ്യൻസ് അങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ലോകത്ത് തന്നെ എന്ന് എനിക്കറിയില്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ മാനസികാസ്വസ്ഥത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു സ്ഥലം. അതേപോലെ തന്നെ ആത്മഹത്യകൾ നമുക്കറിയാം. എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമ്പോഴേക്ക് പെട്ടെന്ന്, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ, ചിലപ്പം അതിൻ്റെ ഇത് നമ്മൾ ചോദിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ചെറിയ സില്ലി കാരണമായിരിക്കും, വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണമായിരിക്കും ഈവൻ ആത്മഹത്യയിൽ എത്തിച്ചേരും. നമ്മുടെ കേരളം ആക്ച്വലി ആത്മഹത്യാ നിരക്കിൽ വളരെ മുകളിലുള്ള ഒരു സംസ്ഥാനമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ശാരീരിക ആരോഗ്യം മാത്രം പോരാ, മാനസികാരോഗ്യവും വേണം. അപ്പോൾ ഈ മാനസിക ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജീവിത രീതി തന്നെയായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരുത്തവൻ്റെ സൗഖ്യം പോലും നമുക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുന്നു. പണ്ട് കാലത്ത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും അന്ന് മനസ്സമാധാനം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഉറക്കം കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും പറയാറുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഞാൻ തന്നെ ഇപ്പം എൻ്റെ പ്രാക്ടീസിൻ്റെ ഏർലി ഡേയ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ അന്നൊന്നും ആളുകളൊന്നും അങ്ങനെ ഉറക്കഗുളിക ചോദിക്കാറില്ല. പക്ഷെ അന്ന് നമ്മുടെ സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ നാട് എത്രമാത്രം ഡെവലപ്പ് ചെയ്തു, ജീവിത നിലവാരം എത്രമാത്രം ബെറ്ററായി, എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള ഒരു അവസ്ഥ വന്നു, അല്ലെങ്കിൽ വസ്ത്രത്തിനുള്ള അവസ്ഥ വന്നു. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ കൊല്ലത്തിലൊരു ഡ്രസ്സ് മാത്രമല്ല എടുക്കലുണ്ടായിരുന്നുള്ളൂ, ഒരു പെരുന്നാക്ക്. അത് ചെറുപെരുന്നാക്ക് എടുത്താൽ പിന്നെ വലിയ പെരുന്നാക്ക് ചിലപ്പോൾ ഡ്രസ്സ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഏകദേശം തരക്കേടില്ലാത്ത ഒരു കുടുംബത്തിൽ പോലും അങ്ങനെയായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ അന്നത്തെ സമാധാനങ്ങൾ നോക്ക്, ആളുകൾക്കൊക്കെ ഭയങ്കര സമാധാനമായിരുന്നു. മനുഷ്യന്മാർ തമ്മിൽ ഇത്രമാത്രം അകൽച്ച ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിങ്ങനെ ഇന്നിപ്പോൾ ഫ്രണ്ട്ഷിപ്പും അടുപ്പൊക്കെ സോഷ്യൽ മീഡിയക്ക് ഫോണിൽ മാത്രമാണ്, വ്യക്തികൾ തമ്മിലില്ല, മനസ്സുകൊണ്ടില്ല. ഇപ്പോൾ നമ്മൾ വീടുകളായിക്കോട്ടെ, വീടുകൾ പണ്ടൊക്കെ അടുത്തടുത്ത് വീടുകളുണ്ടെങ്കിലും വലിയ വലിയ മതിലുണ്ടായിരുന്നില്ല. ആക്ച്വലി 2 വീടുകൾക്കിടയിൽ ഗേറ്റ് വെക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ. ഇന്നിപ്പോൾ എന്തായി, 2 വീടുകൾക്കിടയിലുള്ള മതിലുകളൊക്കെ വലിയ ഹൈറ്റ് കൂടി നിന്നാലും കാണാൻ പാടില്ല, ഏന്തി നോക്കിയാലും കാണാൻ പാടില്ല എന്ന് അത്ര ഹൈറ്റിലായി ഇപ്പം മതിലുകൾ. അപ്പം എന്തായി, നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളുടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, പണ്ടൊക്കെ ഇപ്പോൾ ഇതിൽ പ്രായമുള്ള ആളുകളൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം, പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കൂട്ടുകുടുംബമല്ലായിരുന്നോ? ഒരു വീട്ടിൽ എത്ര ഉണ്ടായിരുന്നു, ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, അവരുടെ മക്കള്, ഇവരെല്ലാവരും ഓടിച്ചാടി കളിച്ച് ഒരു വേർതിരിവില്ലാത്ത രീതി. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉപ്പൊക്കെ ഞങ്ങൾ ഒരു പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരൊറ്റ തുണിമെന്നാണ് മുറിക്കുക. അത് എനിക്ക് മറ്റവർക്ക് അമ്മായിൻ്റെ മക്കൾക്ക് ഇവർക്ക് ഒന്നായിട്ട് ഒരൊറ്റ തുണിമെന്നാണ് മുറിക്കുക. അപ്പം ആ ഒരു ഇത് നഷ്ടപ്പെട്ട് ഇന്നിപ്പം
വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾ തന്നെ വ്യത്യസ്ത. ഇപ്പൊ ഒരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഭക്ഷണം കഴിക്കുകയാണ്, ഒരാൾക്ക് വേറൊന്ന് വേണം, ഒരാൾക്ക് ചിലപ്പോൾ ബ്രെഡ് ആൻഡ് ഓംലെറ്റ് വേണ്ടി വരും, ഒരാൾക്ക് വേറെ ചിലപ്പോൾ നാടന്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറി. അപ്പൊ നമ്മുടെ മനുഷ്യരുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മാറി. നമ്മൾ അതൊക്കെ നമ്മുടെ ആക്ച്വലി നമ്മുടെ ഓവറോൾ ജീവിത നിലവാരം വളരെ ബെറ്റർ ആകുന്നുണ്ടെങ്കിലും നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു സങ്കുചിതം അല്ലെങ്കിൽ ഒരു ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണങ്ങളാണ്. ഇപ്പൊ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ നോക്കാം. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് 10-20-25 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ ഒരു എക്സാം എഴുതാൻ പോയ സമയത്ത്, അന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ടായിരുന്നു. അയാൾക്കൊരു അവിടെ പഠിക്കുക എന്തോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന, അപ്പോൾ അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റിൽ ഞങ്ങളത് ഇങ്ങനെ ഒരു കണക്ഷൻ വെച്ച് അവിടെ പോയി അവിടെ താമസിച്ചു. എന്നിട്ടാണ് ഞാനൊരു എക്സാം എഴുതാൻ പോയത്. നേരെ മറിച്ച് ഇപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവം എന്നാണ് പറയുന്നത്. അടുത്ത ആഴ്ച ആക്ച്വലി എനിക്ക് മംഗലാപുരത്ത് എൻ്റെ താത്തൻ്റെ ഒരു വൈഫിൻ്റെ താത്തൻ്റെ മകളുടെ ഹൗസ് വാമിങ്ങിന് പോകണ്ട്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഡൽഹിയിലേക്ക് പോയ സ്ഥലത്ത് അവരുടെ വീട്ടിലേക്കല്ല പോകുന്നത്, ആ നാട്ടിൽ ഒരാവശ്യത്തിന് പോകുമ്പോൾ പരിചയമുള്ള ഒരാളുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നു. ഇപ്പൊ അടുത്ത ഞായറാഴ്ച ആക്ച്വലി ഇപ്പൊ ഈ വരുന്ന ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് എനിക്ക് എൻ്റെ താത്തൻ്റെ മകളുടെ വീട്ടിൽ അവരുടെ ഒരു ഹൗസ് വാമിങ്ങിന് പോകാനുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ തൊട്ടടുത്തുള്ള നല്ലൊരു ഹോട്ടലിൽ ഇപ്പോൾ റൂം ബുക്ക് ചെയ്തിരിക്കുക. അപ്പം എന്തായി, പണ്ട് വേറൊരാവശ്യത്തിന് പോകാൻ പോലും നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് നമ്മൾ പോയിരുന്നു. ഇപ്പോൾ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകാൻ, അവരെ കാണാൻ വേണ്ടി പോകുമ്പോൾ പോലും അവരെ വീട്ടിൽ നിൽക്കാൻ നമുക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന ആ ഒരു മാറ്റം നമ്മുടെ ഇപ്പോൾ ഒരു 10-25 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ ഒരു മാറ്റം. നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോകാനാണെങ്കിൽ പോലും അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് പിന്നെ അവരെ നമ്മളൊരു ഫോർമലായിട്ട് നമ്മളവരെ വിസിറ്റ് ചെയ്യാൻ. അപ്പൊ ആ ഒരു അന്തരം കണ്ടില്ലേ. ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ നമ്മുടെ മക്കളാണെങ്കിലും ശരി, പണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, കൂടുതൽ സ്വാതന്ത്ര്യം. മക്കൾ അല്ലെങ്കിൽ വാപ്പ ഉമ്മ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയൻ പെങ്ങന്മാരോടൊക്കെ നമുക്ക് ഒരു കൂടുതൽ സ്വാതന്ത്ര്യം. ഇന്നിപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ ആ സ്വാതന്ത്ര്യം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ പിന്നെയും കുഴപ്പമില്ല. ഒരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യന്റെ റൂമിലേക്ക് വരണമെങ്കിൽ തന്നെ ആദ്യം ഒന്ന് മെസ്സേജ് അയക്കും. ഞാൻ ക്യാൻ ഐ കം ടു യുവർ റൂം എന്നൊക്കെ ചോദിച്ചു, ഞാൻ നിന്റെ റൂമിലേക്ക് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചു, ഓക്കെ യു ക്യാൻ കം എന്ന് പറയുമ്പോൾ നമ്മൾ അത്തരം രീതിയിലേക്ക് നമ്മുടെ ഒരു സംസ്കാരം മാറിക്കൊണ്ടിരിക്കുക. അപ്പം മനുഷ്യർ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമരിന്റെ ഹൈറ്റ് കൂടുന്നത് പോലെ തന്നെ മനുഷ്യരുടെ മനസ്സിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഓരോ നമ്മളെന്താ പറയാ ബ്ലോക്കുകൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഇതേമാതിരി കൂടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പണ്ട് കാലത്ത് എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞ രോഗമൊന്നും വല്ലാതെ ഉണ്ടായിരുന്നില്ല, ഷുഗറൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്താ കാരണം? ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറയില്ല ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. അത് ടെൻഷൻ മൂലം നമുക്കുണ്ടാകുന്ന സംഘർഷം, മാനസിക സംഘർഷം നമ്മുടെ ബ്ലഡ് പ്രഷറിനെ ഒരുപാട് കൂട്ടുന്ന ഒരു സംഭവമാണ്. നേരെ മറിച്ച് ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ഫ്ലാറ്റിന്റെ ഉള്ളിൽ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലേക്ക് അനുവാദം ചോദിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ ബ്ലഡ് പ്രഷർ നോക്കുകയാണെങ്കിൽ ഭയങ്കര അധികം. നേരെ മറിച്ച് നമ്മൾ ഇന്ന് ഒരു ആഫ്രിക്കയിലുള്ള ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ഉൾപ്രദേശത്ത് പോയിട്ട് അവിടെ BP നോക്കിയാൽ ആർക്കും BP ഉണ്ടാവില്ല. അതെന്താ കാരണം? ഈ ജീവിത നിലവാരത്തിൽ വന്ന വ്യത്യാസമാണ്. അവർക്കുള്ള മനസ്സിലുള്ള ആ ഒരു ഇതിൽ വന്ന സങ്കുചിതവും അല്ലെങ്കിൽ ആ ചുരുങ്ങലും ആണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ശാരീരിക ആരോഗ്യം നോക്കുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ മറ്റൊരു ഒരു പഠനം ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആക്ച്വലി പഠനം നടത്തിയപ്പോൾ ഇപ്പം എല്ലാവരും ആദ്യം നമുക്ക് തോന്നുന്ന പണമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. പണം വലിയ ആവശ്യം തന്നെയാണ്, പക്ഷെ പണമാണ് സന്തോഷം നൽകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വീടാണ്, അല്ലെങ്കിൽ വലിയ വാഹനമാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സൗകര്യമാണ്, ഭക്ഷണമാണ്. പല ആളുകൾക്കും പല രീതിയിലുണ്ടാവും. പക്ഷേ അവസാനം ഇപ്പോൾ അതിൽ പഠനത്തിൽ വരുന്ന ഏറ്റവും സന്തോഷവന്മാർ വയസ്സായ സമയത്ത് നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടായ ആളുകൾ ഏറ്റവും നല്ല ബന്ധങ്ങൾ നിലനിർത്തിയ ആളുകളാണെന്നാണ് കാണുന്നത്. നമ്മൾക്ക് വേണ്ട ആളുകളോട്, നമ്മുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരോട്, പിതാക്കൾ അല്ലെങ്കിൽ മക്കളോട് അല്ലെങ്കിൽ അടുത്ത ആളുകളോട് ഏറ്റവും നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ച ആളുകൾക്കാണ് ഏറ്റവും മാനസികാരോഗ്യം കുറവും ഏറ്റവും നല്ല സംതൃപ്തിയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പോലും തെളിയിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലൊക്കെ വളരെ ആരോഗ്യം നമുക്ക് വളരെ ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഈ 3 ഏരിയയിലും നമുക്ക് ഒരു ആരോഗ്യം ഉണ്ടാക്കാവുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കിപ്പോൾ
ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് കുറച്ച് പറയാമെന്നാണ്. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പല രോഗങ്ങളായിരുന്നു. നമ്മുടെ പ്ലേഗ്, അതേപോലെ തന്നെ വസൂരി, കോളറ, അതല്ലെങ്കിൽ TB, ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പണ്ട് കാലത്ത് ഇത്തരം രോഗങ്ങളായിരുന്നു മനുഷ്യന്റെ ജീവന് വലിയ അപകടമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അത്തരം സംഭവങ്ങളൊക്കെ നിങ്ങൾ അത്ര കേൾക്കുന്നുണ്ടാവില്ല. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നതൊക്കെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി, ഇങ്ങനെയൊക്കെയല്ല നിങ്ങൾ ക്യാൻസർ, ഇതൊക്കെയല്ല കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ രോഗങ്ങൾ, ഇന്നത്തെ കാലത്തുള്ള ഈ രോഗങ്ങൾക്കുള്ളൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് വന്ന രോഗങ്ങളാണിത്. അപ്പോൾ ആ മാറ്റങ്ങളെ നമ്മൾ തടുക്കുകയാണെങ്കിൽ, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്തരം രോഗങ്ങളെ നല്ലൊരു അളവ് വരെ നമുക്ക് തടയിടുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനൊക്കെ MBBS പഠിക്കുന്ന കാലത്തൊക്കെ അന്ന് ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയും. ഇപ്പം ഒരു വൈറ്റമിൻ കുറഞ്ഞത് കൊണ്ട് വിറ്റാമിൻ കുറഞ്ഞു, പ്രോട്ടീൻ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ കൂടുതൽ ഇഞ്ചക്ഷൻസ് ഒക്കെ, വിറ്റാമിൻ്റെ ഇഞ്ചക്ഷൻ, പ്രോട്ടീൻ്റെ ഇഞ്ചക്ഷൻസ്, അല്ലെങ്കിൽ ഭക്ഷണം, ഇതൊക്കെയായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ നേരെ ഓപ്പോസിറ്റ്. ഇതൊക്കെ കൂടിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. പണ്ട് കാലത്ത് നമുക്കറിയാം, നമ്മളൊരു ഭക്ഷണത്തിലേക്ക് ഇറച്ചി കഴിക്കുന്ന സിറ്റുവേഷൻ. ഇന്നിപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയ ഇറച്ചി കുറേ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചോറിടുന്ന രീതിയിൽ നമ്മുടെ ഭക്ഷണ രീതി മാറിയില്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭക്ഷണം, നമ്മളുടെ വ്യായാമം, നമ്മുടെ മാനസികാവസ്ഥ, ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പം അറിയില്ല, നമ്മുടെ ഈ കൂട്ടത്തിൽ ഇപ്പോൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. നമ്മൾ അതൊന്നുമില്ലെങ്കിൽ നമ്മളിൽ അധികം ആളുകൾക്കും അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ മനസ്സിലാക്കണോ. ഇപ്പം എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്ന രീതി കാണുമ്പോൾ നമ്മളിൽ അധികം ആളുകൾക്കും പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ വരും എന്നുള്ള രീതിയിലാണ് ഈ രോഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തടയിടുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ദീനിലേക്ക് തന്നെ മടങ്ങിയാൽ മതി. നമുക്കറിയാം, നമ്മളിന്നിപ്പോൾ ഒരു കല്യാണം, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ ചിലപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 കല്യാണം ഉണ്ടാവും. നമ്മൾ ഈ 3 കല്യാണത്തിനും പോയി 3 സ്ഥലത്തുനിന്നും ബിരിയാണി കഴിക്കും. നേരെ മറിച്ച് നമ്മളെന്താ ചെയ്യേണ്ടത്? ബിരിയാണി കഴിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയാറില്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക, ഒരു വയറിന് മാത്രം കഴിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഏറ്റവും വലിയ മാതൃക നമുക്ക് ഈ കാര്യത്തിലുണ്ട്. ജീവിതശൈലി രോഗത്തിനും നമ്മുടെ ദീനിൽ എല്ലാത്തിനും നമുക്ക് മാതൃകയും അതിന് ഉദാഹരണങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ വയറിൻ്റെ 1/3 ഭക്ഷണം കഴിക്കുക, 1/3 വെള്ളം കുടിക്കുക, 1/3 നിങ്ങൾ വെറുതെ വിടുക എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെന്താ ചെയ്യുക? നമ്മൾ 3/3 ആദ്യത്തെ കല്യാണ വീട്ടിൽ നിന്ന് തന്നെ നിറയ്ക്കും ഒരു ബിരിയാണി. പിന്നെ അത് ദഹിച്ചിങ്ങനെ വരുന്നതിന് ഫുൾ ദഹിച്ചിട്ടുണ്ടാവില്ല. തൊട്ടടുത്ത കല്യാണ വീട്ടിൽ പോയിട്ട് പിന്നെയും ഒന്നും കൂടി 3/3 നിറച്ചു. പിന്നെ നമ്മൾ 3ാമത്തെ കല്യാണത്തിന് പിന്നെ 3/3. അപ്പം എത്രയായി? 9 പക്ഷെ റസൂൽ പറഞ്ഞ എന്താ? നമ്മൾ 3/1. അപ്പം നമ്മൾ എത്ര ഇരട്ടിയായി? 9 ഇരട്ടി കഴിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു പ്രവണതയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതിനൊക്കെ കൂട്ടുന്നത്. പിന്നെ ശാരീരികമായിട്ടുള്ള വ്യായാമമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ കൂടുതൽ ഭക്ഷണം, നമ്മളെപ്പോഴും പറയാ, നമ്മൾ എത്രയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആ ഓരോരോ വ്യക്തിപരമാണ്. ഞാൻ ആക്ച്വലി ഹാർട്ടിൻ്റെ ഡോക്ടറാണ്. പക്ഷെ ഇന്നേ വരെ നിങ്ങൾക്കറിയാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല, മീൻ കഴിക്കാൻ പാടില്ല, മട്ടൻ കഴിക്കാൻ പാടില്ല, ബീഫ് കഴിക്കാൻ പാടില്ല. ഒരുപാട് സംശയങ്ങളാണ് ഈ പേഷ്യൻസിൻ്റെ ഭാര്യമാരാണ് അധികം ചോദിക്കുക ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ഇവർക്ക് ഭയങ്കര സംശയം. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഹലാലായ സംഗതികളാണല്ലോ, അതെന്തിനാ ഞാൻ ഹറാമാക്കുന്നത്? ആക്ച്വലി ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ മട്ടൺ കഴിക്കാം, ബീഫ് കഴിക്കാം, ചിക്കൻ കഴിക്കാം, ബിരിയാണി കഴിക്കാം, എല്ലാം കഴിക്കാം എന്ന് പറയുന്ന ചിലപ്പോൾ ഒരേ ഒരു ഡോക്ടർ ചിലപ്പോൾ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അത് അള്ളാന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ കഴിച്ചാൽ പ്രശ്നമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 9 ഇരട്ടി കഴിക്കരുത്, 3/1 കഴിച്ചാൽ എല്ലാം ഹലാലായ സംഗതികളൊക്കെ കഴിക്കാം. അതല്ലെങ്കിൽ പടച്ചോനക്കല്ല ഇപ്പം ഇന്നത്തെ ഡോക്ടർമാരെക്കാളും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളത്. ഡോക്ടർമാർക്കും അവരുടെ നോളജിനൊരു ലിമിറ്റേഷൻ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കോവിഡ് തന്നെ നമ്മളെ കാണിച്ചു തന്നില്ലേ. ഇത്രയും ചെറിയ ഒരു സാധനം, ഒരു കോശത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത, നമുക്കറിയാം ഒരു കോശത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയാം? ഒരു തുള്ളി ചോരയിൽ 50 ലക്ഷം കോശങ്ങളുണ്ടാവും. അപ്പൊ അതിന്റെ 1 എടുത്താൽ എത്ര ഉണ്ടാവും? അതിനേക്കാളും ചെറുതാണ് ഈ കോവിഡ് എന്ന് പറഞ്ഞ വൈറസ്. ആ ഒരു വൈറസ് ലോകം മൊത്തം കുലുക്കിയപ്പോൾ ഈ സയൻസും ഡോക്ടർമാരും എല്ലാം കൂടി പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വന്നില്ല. എത്ര ഡോക്ടർമാരാ മരിച്ചത്? ഇന്ന് സാധാരണ ജനങ്ങൾ മരിച്ചതിനേക്കാളും കൂടുതൽ ഡോക്ടർമാർ മരിച്ചല്ലോ ഈ കോവിഡ് കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, അത്ര ചെറിയ ഒരു ജീവിയെ പോലും
നിർത്താനുള്ള കഴിവില്ലാതെ, അപ്പൊ സയൻസിനേക്കാളും കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന പടച്ചവൻ പറഞ്ഞ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റും, എല്ലാം കഴിക്കാം. അതേ സമയത്ത് ഈ ഭക്ഷണത്തിന്റെ രീതി പറയുമ്പോഴും ഞാനിങ്ങനെ അടിച്ച് അങ്ങനെ പറയാറില്ല, ഇത് കഴിക്കാൻ പാടില്ല, ബിരിയാണി കഴിക്കാൻ പാടില്ല, പൊരിച്ചത് കഴിക്കാൻ പറയാറില്ല. ഓരോരുത്തരുടെ ആളുകളുടെ ആവശ്യവും അവരുടെ ജീവിത ചുറ്റുപാടും അനുസരിച്ച് വേണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരു പാറ പൊട്ടിക്കുന്ന പണിയെടുക്കുന്ന ഒരാളാന്ന് വെച്ചോളൂ. അയാള് പാറമ്മൽ കിടന്ന് കളി അതാണ്, അല്ലെങ്കിൽ റോഡിന്റെ പണി ചെയ്യാണ്, പൊട്ടിച്ച് ഇതൊക്കെ ചെയ്യുന്ന ഭയങ്കര ഫിസിക്കൽ മാനുവൽ ലേബറർ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ എത്ര ഭക്ഷണം കഴിച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം ആ കഴിക്കുന്ന ഭക്ഷണം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അതിനെ എന്താ പറയാ, നമ്മൾ എനർജി യൂട്ടിലൈസേഷൻ എന്ന് പറയും. അങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രശ്നമില്ല. നേരെ മറിച്ച് AC റൂമിൽ ഇരുന്ന് ടൈപ്പിംഗ് പണി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ മാത്രം ഇരുന്ന് പുറത്ത് അല്പം പോലും നടക്കാത്ത, ശരീരമിളകാത്ത ഒരു ജോലി ചെയ്യുന്ന ആൾ ഒരുപാട് കഴിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പം വണ്ടി ഓടുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ പെട്രോൾ അടിക്കുള്ളൂ. വെറുതെ നിൽക്കുന്ന വണ്ടിക്ക് നമ്മൾ പിന്നെ പെട്രോൾ അടിക്കൂലല്ലോ. എന്ന പോലെ നമ്മളുടെ ശാരീരിക അധ്വാനം വളരെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. നേരെ മറിച്ച് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ കുറച്ച് അല്പം കൂടുതൽ ഭക്ഷണം കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും നമ്മളൊരു ആരോഗ്യപരമായ ഭക്ഷണമായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആരോഗ്യപരമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാടുണ്ടെങ്കിലും അത് താരതമ്യേന നമ്മൾ കുറയ്ക്കേണ്ടതാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കണം. പൊരിച്ച സാധനങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പാടില്ല എന്നല്ല, അതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം. അതേപോലെ ഈ ചോറ്, കാർബോഹൈഡ്രേറ്റ്, ഇന്നത്തെ കാലത്ത് നമ്മൾ തടി കൂടുതലൊക്കെ വരുന്നതിൻ്റെ കാരണം, വയറ് ചാടുന്നത്, ഷുഗർ വരുന്നതിനൊക്കെ കാരണം നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്, ചോറ് ഭയങ്കര അധികമായിട്ട് കഴിക്കുന്നുണ്ട്. ആക്ച്വലി ഇറച്ചിയോ മീനോ അത്യാവശ്യം കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ ചോറിൻ്റെ അളവ് കൂടുന്നതും അതേപോലെ തന്നെ ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്നതുമാണ് ഒരു ആരോഗ്യപരമായ ഭക്ഷണ രീതി എന്ന് പറയുന്നത്. നമ്മൾ അതിൽ ഫ്രൂട്ട്സ് പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ നമ്മൾ കൂടുതൽ ചേർക്കുന്നത് നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണം, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. പിന്നെ ഈ ഭക്ഷണത്തിന് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഇൻഡിക്കേറ്റർ ആയിട്ട്, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റ് ആണോ, കൂടുതലാണോ, കുറവാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് 1-2 മെത്തേഡ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഓരോരുത്തർക്കും വേണ്ട ഒരു വെയിറ്റ് ഉണ്ടാവും. നമ്മുടെ ഹൈറ്റിനനുസരിച്ച്, ഞങ്ങൾ BMI എന്നാണ് പറയാ. ആ ഹൈറ്റിനനുസരിച്ചുള്ള നമുക്ക് വേണ്ട വെയിറ്റിൽ നമ്മൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അധികമാണ്, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി കുറവാണെന്നുള്ളത്. അപ്പം അത്തരം ആളുകൾ അതിനനുസരിച്ച് നോക്കണം. നമ്മൾ വെയിറ്റ് കൂടുതലാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണം കുറയ്ക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് ഭയങ്കര ഹൈ ആണെങ്കിൽ നമ്മൾ ഈ ഫ്രൈഡ് ആയിട്ടുള്ളതും കൊളസ്ട്രോൾ ഉള്ള സാധനങ്ങൾ കഴിക്കുന്നത് വളരെ കുറയ്ക്കണം എന്നുള്ളതും വളരെ നിർബന്ധമാണ്. അതേപോലെ നമ്മുടെ ഷുഗറിൻ്റെ അളവ് ഭയങ്കര അധികമാണെങ്കിൽ, ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി അന്നാഹാരങ്ങൾ നമ്മൾ വളരെ കുറയ്ക്കണം. അപ്പം സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോവാതെ തന്നെ നമ്മുടെ ഒരു ആവറേജ് വെയിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അതിൽ കൂടുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ ഒരു ഭക്ഷണ രീതി നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അതൊന്ന്. പിന്നെ രണ്ടാമത്തത്, നമ്മൾക്കൊരു ശരീരം കൊണ്ട് എന്തെങ്കിലും അധ്വാനം ചെയ്യുന്നത് എത്രയും നല്ലതാണ്. നമുക്കറിയാം പണ്ട് കാലത്ത്, ഇന്നിപ്പം നമ്മൾ അനങ്ങുന്നില്ല. ഇപ്പം ഏതൊരാളും ഇന്നത്തെ നമ്മുടെ ഒരു കേരളത്തിലൊരു ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഏറ്റവും താഴേക്കടയിലുള്ള ആൾ പോലും ഒരു ബൈക്കെങ്കിലും ഇല്ലാത്ത ആളുകളില്ല എന്നുള്ളൊരവസ്ഥയായി. തൊട്ടടുത്ത പള്ളിയിലാണെങ്കിലും 5 പേരെ നിസ്കരിക്കാൻ നമ്മൾ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ പോകുന്ന അവസ്ഥയായി. അപ്പം ശാരീരികമായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലി ചെയ്തു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്കറിയാം എല്ലാവർക്കും കുറേ ഇപ്പം ഇപ്പം നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് വീട്ടിലുള്ള പണികളൊക്കെ അലക്കുന്നതായിക്കോട്ടെ, ഇങ്ങനത്തെയൊക്കെ നമുക്ക് സമയവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ശരീരം കൊണ്ട് ഇളകിയിട്ടുള്ള പണി ചെയ്താൽ, ഞാൻ എപ്പോഴും പറയും, ചില ആളുകൾ പറയും ഈ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുമ്പോൾ വീട്ടിലുള്ള അവരുടെ കുടുംബക്കാരൊക്കെ പറയും, അയ്യോ ഇവർ ഭയങ്കര നല്ല അധ്വാനിച്ച് ഇങ്ങനെ അസുഖം വന്നാണ്. ഞാൻ പറയും, ഇന്നേ വരെ അധ്വാനിച്ചിട്ട് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല, അധ്വാനിക്കാതെ ഇരുന്നിട്ടേ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ശരീരം ഇളകി അധ്വാനിച്ചത് കൊണ്ട് ഒരാൾക്കും ഒരു ആരോഗ്യ പ്രശ്നവും വരികയില്ല. ശരീരം ഇളകാതെ അധ്വാനിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള രോഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ അതിനൊന്ന് ബാലൻസ് ചെയ്ത്, ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, ഈ രീതിയിൽ അതിനെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു ആരോഗ്യവുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാർട്ട് അറ്റാക്ക്, അതേപോലെ ക്യാൻസർ, അതേപോലെ സ്ട്രോക്ക്, കിഡ്നി ഡിസീസ് ഒക്കെ വരുന്നത് അതിൻ്റെ മൂല കാരണങ്ങളായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പ്രഷർ, പിന്നെ ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ ഈ പറഞ്ഞ പോലെ ടെൻഷന്, പിന്നെ അമിതമായിട്ടുള്ള ഭാരം, ബോഡി വെയിറ്റ്, വ്യായാമമില്ലായ്മ, ഇതൊക്കെയാണ്. അപ്പൊ ഈ സംഗതികളൊക്കെ നമുക്ക് പദവ ഉണ്ട് എന്ന് വെക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാരം അധികമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിനെങ്ങനെങ്കിലും നമ്മൾ കുറക്കാൻ നോക്കുക.
ഇതിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം നിയന്ത്രിച്ച് നല്ല കൺട്രോളാണ്, കുഴപ്പമില്ല. കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ചു, പിന്നെ ഞാൻ ഭക്ഷണത്തിലൊരു മാറ്റങ്ങളൊക്കെ വരുത്തി, നല്ല കൺട്രോളാണ്. എനിക്ക് നല്ല ബോഡി വെയിറ്റ് ഭയങ്കര അധികം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് നടക്കുകയൊക്കെ ചെയ്യും, നല്ല അധ്വാനിക്കുകയൊക്കെ ചെയ്യും, പിന്നെ ഭക്ഷണം ഞാനൊരു പാകത്തിനെ കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് എൻ്റെ ബോഡി വെയിറ്റ് ഞാൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രീതിയിൽ നമ്മളിതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എന്താവും? നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്, സ്ട്രോക്ക് വരുന്നത്, കിഡ്നിക്ക് പ്രശ്നം വരുന്നത്, ക്യാൻസർ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കെല്ലാവരും ഈ ഭൂമിയിൽ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും മരിക്കണം എന്നുള്ളത് പടച്ചോന്റെ നിയമമാണല്ലോ, കുല്ലു നഫ്സുൻ ദായിഖത്തുൽ മൗത്ത് എന്ന് പറഞ്ഞ പോലെ. അപ്പം മരണം സംഭവിക്കും. പക്ഷേ നമ്മൾ ഒരു യുവപ്രായത്തിൽ, അതല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ എവിടെയും എത്താതിരിക്കുന്ന ഒരു പ്രായത്തിൽ നമ്മൾ ഈ പോവുക എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും ആക്ച്വലി ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് രോഗപ്രതിരോധത്തെക്കുറിച്ച്. അപ്പോൾ അന്ന് ഒരാൾ എന്നോട് ചോദിച്ചു, അല്ല ഡോക്ടർ, നിങ്ങളിങ്ങനെ രോഗികളെ ചികിത്സിക്കാൻ വേണം, നിങ്ങൾക്ക് ഇങ്ങനെ കുറേ രോഗം ഉണ്ടാവുമല്ലോ വേണ്ടത്, അപ്പോഴല്ലേ നിങ്ങൾക്ക് കുറേ ജോലി ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനല്ല, എനിക്ക് ഈ ലോകത്ത് എല്ലാവർക്കും രോഗം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഏജിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊക്കെ ഉമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പയാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു യുവപ്രായത്തിൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അയാൾക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിനുണ്ടാകുന്ന സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഒരു ആഘാതം നമുക്കറിയാം. ഇപ്പൊ കുട്ടികൾ എവിടെ എത്തിയിട്ടില്ല, കുട്ടികളുടെ പഠിത്തം കഴിഞ്ഞിട്ടില്ല, കുട്ടികളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, വാപ്പ ഹാർട്ട് അറ്റാക്കായി മരിച്ചു, അല്ലെങ്കിൽ ഉമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, പിന്നെ ഉണ്ടാകുന്ന ആ സാമൂഹികമായ പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് 30 വയസ്സും 40 വയസ്സുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ ചികിത്സിക്കാനല്ല, ഇതേ ആളുകൾ 70 വയസ്സിൽ വന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അപ്പം രോഗമുണ്ടാകുമെന്നുള്ളത് ഒരു പ്രശ്നമൊന്നുമല്ല. അപ്പം ഞാനിതിങ്ങനെ ഈ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ക്ലാസ്സുകളും മറ്റേതൊക്കെ എടുക്കുമ്പം ആളുകളിൽ നിന്നുണ്ടായ ഒരു ചോദ്യമാണ്. അപ്പോൾ രോഗം എന്തായാലും ഉണ്ടാകും, പക്ഷെ അത് വാർദ്ധക്യ സഹജമായ രോഗം എന്ന് പറയും. ഇപ്പോൾ ഒരാൾക്ക് 70 വയസ്സിന്റെ മുകളിൽ രോഗം വന്നു പറഞ്ഞാൽ നമുക്കതൊരു വാർദ്ധക്യ സഹജമായ രോഗം എന്നേ പറയാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആക്കേണ്ടത്. അപ്പം നമ്മുടെ ഒരു യുവത്വ പ്രായത്തിൽ, പ്രത്യേകിച്ച് നമുക്ക് ഒരു കുടുംബപരമായിട്ടുള്ള ബാധ്യതകൾ ഉള്ള കാലഘട്ടത്തിൽ ഒരു രോഗം വന്ന് നമുക്ക് എന്തെങ്കിലും പറ്റി നമ്മൾ ഏറ്റവും ഡിപ്പെൻഡായി നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ അവർ എവിടെയും എത്താത്തൊരവസ്ഥയിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടി നോക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഈ മാനസിക അസ്വസ്ഥത നമ്മൾ പറഞ്ഞല്ലോ, മാനസികാരോഗ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തോന്നും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞ പോലെ അപ്പുറത്തുള്ളവൻ്റെ ഓരോരോ വാട്സാപ്പ് അല്ലെങ്കിൽ അവൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ അവൻ എവിടേക്കോ പോയിരിക്കുന്നു, അവൻ സ്വിറ്റ്സർലാൻഡിൽ പോയ ഫോട്ടോ അല്ലെങ്കിൽ കാശ്മീരിൽ പോയ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അവൻ്റെ ജീവിതം നമ്മൾ വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ സമയത്തുള്ള അല്പം സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, ബാക്കി സമയത്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ മാനസിക അസ്വസ്ഥത ഇല്ലാത്ത ആളുകളില്ല. നമ്മൾ ലോകത്തിലുള്ള ഏറ്റവും വലിയ പൈസക്കാരനെ പോയിട്ട് നമ്മൾ അവരോട് എന്തെങ്കിലും ഇന്റർവ്യൂ ചെയ്താലും ചിലപ്പോൾ അയാൾക്ക് അതിൻ്റെ അപ്പുറം വേറെ ആഗ്രഹം ഉണ്ടാവും. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈസക്കാരനായ അയാളോട് സ്വകാര്യമായിട്ടുള്ള അയാൾക്കൊരു സങ്കടം ഉണ്ടാവും, ഞാൻ ലോകത്തിലുള്ള ഏറ്റവും വലിയ പൈസക്കാരനായില്ലല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ആരും തന്നെ, അത് അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, നമ്മൾ പൂർണ്ണമായ സമാധാനം, സന്തോഷം ഈ ലോകത്ത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോളണമെന്നില്ല. അത് നമുക്കുണ്ടായ നിയമത്തിൽ നമ്മൾ എങ്ങനെ സന്തോഷിക്കുന്നു എന്നതുപോലെ ഇരിക്കും. പൂർണ്ണമായ സമാധാനം, ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ സമാധാനം എന്ന വാക്കല്ലാതെ വേറെ ഒന്നും നിങ്ങൾ കേൾക്കുകയില്ല. അവിടെ കുശുമ്പ് കേൾക്കുകയില്ല, അസൂയ കേൾക്കുകയില്ല, പ്രശ്നങ്ങൾ കേൾക്കുകയില്ല, ഒന്നും കേൾക്കുകയില്ല. സമാധാനം, സലാം മാത്രമേ അവിടെ ഉള്ളൂ എന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്ന പോലെ നമ്മൾ വിചാരിച്ചാൽ മതി, നമ്മുടെ ഓരോരോ പ്രശ്നങ്ങളും എല്ലാവരും പ്രശ്നമുള്ളവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. തവക്കൽത്തു അല്ലതാ. നമുക്ക് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെ ജീവിത ചുറ്റുപാട്, ഇപ്പം നമ്മുടെ ജീവിത ചുറ്റുപാട് എങ്ങനെയായി, മറ്റവരുടെ ജീവിത ചുറ്റുപാട് അങ്ങനെയാണല്ലോ എന്നൊക്കെ ആലോചിക്കുന്നതിൽ ഉപരി, അള്ളാഹുവെ എനിക്ക് നീ ഈ ഒരു ജീവിത ചുറ്റുപാട് ഇങ്ങനെയാണല്ലോ തന്നത്, ഞാൻ അതിൽ ക്ഷമിക്കുന്നു, ഞാൻ അള്ളാഹുവിനോട് ക്ഷമിക്കുന്നു. സബ്റു നിസ്ഫുൽ ഈമാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹ മാ സ്വാബിരീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം പടച്ചോൻ ക്ഷമിക്കുന്നവരുടെ കൂടെയുള്ളവരാണ്. ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് നമസ്കാരം, നോമ്പ്, സകാത്തൊക്കെ വേണം. പക്ഷേ അതിനേക്കാൾ വലിയ പരീക്ഷണം, നമസ്കാരമൊക്കെ ചിലപ്പോൾ നമ്മളെല്ലാവരും നിർവഹിക്കുന്നുണ്ടാവും, അത് വലിയ പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല, അത്ര വലിയ ഭാരമായിക്കൊള്ളുന്ന നമുക്ക് തോന്നുന്നില്ല. പിന്നെ സക്കാത്തും പൈസ കൊടുക്കുന്നുണ്ടാവും, പിന്നെ ഹജ്ജൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പരീക്ഷണങ്ങൾ ഇതിലായിക്കൊള്ളുന്നില്ല. ശരിക്കും ഒരാൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് പടച്ചോൻ എങ്ങനെ തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഇതിൽ മാത്രം ആയിക്കൊള്ളുന്നില്ല.
ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ദീനിൽ കൂടി മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമിച്ചവർക്കാണ് ഏറ്റവും മുൻഗണന പടച്ചവൻ നൽകുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിത ചുറ്റുപാടുണ്ടായത് പടച്ചവന്റെ ഒരു പരീക്ഷണമാണെന്നും അതിൽ ഞാൻ ക്ഷമിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ അള്ളാഹുവിൽ ഭരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അത് തവക്കൽത്തു അലല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെക്കാളും എത്ര ഒരു ദയനീയമായ ഒരു സിറ്റുവേഷനിലാണ് പലസ്തീനിലുള്ള ജനങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സങ്കടകരമാണ്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവരൊക്കെ എന്തൊരു സമാധാനത്തിലും സന്തോഷത്തിലും എല്ലാം വിഭവസമൃദ്ധമായി ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരല്ലേ. അവർക്കിടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? ഞാൻ പലപ്പോഴും വിചാരിക്കും ചിലപ്പോൾ മരിച്ചു പോകുന്നത് ഒരു പക്ഷേ ഈ ഒരു അവസ്ഥേനേക്കാളും ബെറ്റർ ആയിരിക്കുന്നത്. കാരണം ഇന്ന് ഈ ഭാഗത്ത് ബോംബിടുന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് ഓടണം എന്ന് പറയും. അങ്ങനെ അവിടെ ഓടി അവിടെ സുരക്ഷിത നോക്കുമ്പോൾ അവിടെ പിന്നേന്ന് പറയുന്നത് അവിടെയാണ് ബോംബിടാൻ പറ്റുന്നത്, ഇങ്ങോട്ട് ഓടണം. ഈ മരിച്ച ആളുകൾ കുറേ, ബാക്കിയുള്ള ഫാമിലി കുറേ, നഷ്ടപ്പെട്ട കൈ അല്ലെങ്കിൽ കാല് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓടുന്ന അവസ്ഥ കാണുമ്പോൾ ഒരു പക്ഷേ അതിനേക്കാളും നല്ലത് അത്തരം സാഹചര്യങ്ങൾ മരണമായിരിക്കും എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. കാരണം മരിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഷഹീദിന്റെ കൂലി ഉണ്ടാവുമല്ലോ, ഈ പ്രശ്നങ്ങൾക്കൊരു വിരാമമാവുമല്ലോ. അവരുടെ ഒരു അവസ്ഥ ഒരു ശരിക്ക് പണ്ടവരെ പറഞ്ഞ മാതിരി നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ കെട്ടിയിട്ടിട്ട് പിന്നെ പുകയിടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അവർക്ക് വേറെ എങ്ങോട്ടും പോകാനും പറ്റുന്നില്ല, അവരുടെ ആ ബോർഡർ ഭേദിച്ച് അപ്പുറത്തേക്ക് കടക്കാനും പറ്റുന്നില്ല. പാലായനം, ഏതൊരു കാലഘട്ടത്തും യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോൾ മനുഷ്യർ പാലായനം ചെയ്ത് പോകാറുണ്ട്, എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം. അതിന് പോലും പറ്റാതെ ആ ഒരു കൊച്ചു സ്ഥലത്ത് മതിൽ കൊണ്ട് ചുറ്റിയ ആ സ്ഥലത്തിൻ്റെ അകത്ത് അപ്പുറത്തും ഇപ്പുറത്തും ബോംബ് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഈ ബോംബിൻ്റെ ഒക്കെ ഒരു സൗണ്ടും അതിൻ്റെ ഇതൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ വീഡിയോയിലൊക്കെ പലതും കണ്ടല്ലോ. അത് ഒരു ബോംബ് വീഴുന്നത് തൊട്ടപ്പുറത്ത് വീഴുന്നത് താങ്ങാൻ നമുക്കൊന്നും പറ്റുമോ എന്ന് തോന്നില്ല. അങ്ങനത്തെ ബോംബുകളുടെ ഇടയിൽ അവർ മാസങ്ങളോളം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു അവസ്ഥ ആലോചിക്കുക. എന്നിട്ടും അവരെന്താ പറയുന്നത്? അവർ വേറൊന്നും പറയുന്നില്ല, തവക്കൽത്തു അലല്ലാഹ്, അള്ളാഹു ഇതിന് ഒരു പരിഹാരം കാണും, ഞങ്ങൾക്ക് പടച്ചോൻ ഇതിനൊരു പ്രതിഫലം തരാം, അല്ലെങ്കിൽ പടച്ചോൻ ഇതിന് എന്തെങ്കിലും തീരുമാനം തരാം, ഇപ്പോഴും പറയാണ്. ഞാൻ ആലോചിച്ചിരിക്കാൻ അവരുടെയൊക്കെ ഒരു ഈമാൻ്റെ ഒക്കെ ഒരു ശക്തി. അപ്പം എന്ന രീതിയിൽ പടച്ചോൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കും വലിയ സമ്പന്നനായ ആളുകൾക്ക് പ്രശ്നമില്ല. സമ്പന്നനായ ആളുകൾക്ക് അതിനേക്കാളും വലിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇന്ന് പഠനങ്ങൾ പറയുന്നത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ പ്രഷർ ഏറ്റവും കൂടുതലുള്ളത് വലിയ സമ്പന്നന്മാർക്കാണ്. ഈ വലിയ ഫ്ലാറ്റിൽ 25ാമത്തെ നിലയിൽ കിടന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഉറക്കം വരാത്തത്. നേരെ മറിച്ച് ഈ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ പ്രദേശത്തുള്ള ഒരു കുടിലിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് ഒരു പ്രശ്നമില്ല. പിറ്റേ ദിവസത്തെ ഭക്ഷണത്തിന്റെ കാര്യം പിറ്റേന്ന് ആലോചിച്ചാൽ മതി. ഇന്ന് ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി, സമാധാനം ആക്ച്വലി ഏറ്റവും കൂടുതലുള്ളത് സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി ഒരു മിഡിൽ ലെവലിലുള്ള ആളുകൾക്കാണ്, സാമ്പത്തികമായി ഉന്നതിയിലുള്ള ആളുകളെക്കാളും എന്ന് എനിക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഇത് പഠനം വെച്ചിട്ട് പറയുകയാണ്, വെറുതെ പറയുന്നതല്ല. ഈ വലിയ ടൗണുകളിൽ വലിയ നിലവാരത്തിൽ കഴിക്കുന്ന ആളുകളിലാണ് കൂടുതൽ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഉള്ളത്. സാധാരണ ഒരു ഗ്രാമത്തിൽ ഇപ്പം 100-ൽ ഒരു 10 ആൾക്ക് പ്രഷർ ഉണ്ടെങ്കിൽ വലിയ ഒരു ടൗണിൽ, ഇപ്പം നമ്മുടെ കോഴിക്കോട് ടൗണിലാണെങ്കിൽ 100-ൽ 20 ആൾക്കുണ്ടാവും. അത് ബോംബെ പോലത്തെ ടൗണിലാണെങ്കിൽ 100-ൽ 30-40 ആൾക്കാർക്ക് ഉണ്ടാവും. അത് ന്യൂയോർക്ക് പോലത്തെ ഒരു ടൗണിലാണെങ്കിൽ 100-ൽ 60-70 ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പം അത്തരം രീതിയിലാണ് സംഭവം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് മുഅ്മിനീങ്ങൾക്കൊരു സമാധാനം എന്താ വെച്ചാൽ നമുക്കൊരു വിശ്വാസമുണ്ട്, എല്ലാം പടച്ചോന്റെ തീരുമാനം അനുസരിച്ച് ഈ ലോകത്ത് നടക്കുന്നു. അപ്പം നമ്മുടെ സ്ഥിതിക്ക് പടച്ചോന്റെ നമ്മുടെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ആര് ക്ഷമ കൊള്ളുന്നുവോ അവർക്ക് അള്ളാഹു ഇദ്ഖുലൂ ഫീ ഇബാദി ഉദ്ഖുലി ജന്നത്തി എന്ന് പറഞ്ഞ പോലെ ഇതാ നിങ്ങൾ കയറിക്കോളൂ സ്വർഗത്തിലേക്ക് എന്ന് പടച്ചോൻ ആ ക്ഷമ കൈക്കൊണ്ട ആളുകളോട് പറയും എന്നൊരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ പടച്ചവനെ ശുക്ർ ചെയ്ത്, പിന്നെ അത് മാത്രമല്ല ഞാൻ ആലോചിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം ആളുകളുടെ കൂട്ടായ്മയ്ക്ക് താങ്ങാവുന്നത് ഇപ്പം നമ്മൾ ഓർഫനേജൊക്കെ ഒരുപാടുണ്ടെങ്കിലും നിങ്ങളെപ്പോലത്തെ ആളുകളെ സംരക്ഷണം ഏറ്റെടുക്കാനും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സംരക്ഷണം ഏറ്റെടുക്കുന്ന ഈ ഷെൽട്ടർ പോലത്തെ സംഘടന ചെയ്യുന്ന കാര്യം വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഷെൽട്ടറിന് ഇനിയും ഒരുപാട് ആളുകൾക്ക്, വ്യത്യസ്ത മേഖലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സഹായമാവാൻ കഴിയട്ടെ എന്നും, ഷെൽട്ടർ മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥന ഷെൽട്ടറിന് വേണ്ടി ജീവിതം തന്നെ ഒഴുക്കി വെച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിന്റെ സമയത്തിന്റെ ഏറ്റവും വലിയ ഒരു പങ്ക്, ഇപ്പം എന്നെപ്പോലത്തെ ആളുകളൊക്കെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ അതിനുവേണ്ടി ഫുൾ ടൈമും ചെലവഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം അവരുടെ ആരോഗ്യത്തിനും അവരുടെ മഗ്ഫിറത്തിനും വേണ്ടിയൊക്കെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ഷെൽട്ടറിനെ താങ്ങി നിർത്തുന്ന സാമ്പത്തികമായ സഹായം അറിയാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ആരോ എവിടുന്നോ സഹായിച്ചു കൊണ്ടെന്നാണല്ലോ ഷെൽട്ടറിനും ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത്തരം ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.